മൗനരാഗം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ജയിലാണ് കാണിക്കുന്നത്. അപ്പോൾ വാർഡൻ്റെ അടുത്തേക്ക് ഒരു ജയിൽ പുള്ളി ഓടി വരുവാണ്. സാറേ ഓടിവാ സാറേ ഓടിവാ സാറേ, ആ മനോഹർ രാഹുൽ തല്ലിച്ചതക്കുന്നുണ്ട്, ഇപ്പോൾ ചത്തുവും സാറേ എന്ന് പറയും. ഇവന്മാരെ കൊണ്ട് തോറ്റല്ലോ എന്ന് പറഞ്ഞ് ജയിൽ വാർഡനും നേരെ ജയിൽ പുള്ളിയും കൂടി നേരെ ഓടി അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ രാഹുലിനെ 2-3 പേര് പിടിച്ചു വെച്ചിട്ടുണ്ട്. ചോരയിൽ കുളിച്ച് മനോഹറുണ്ട്, ഒരു മൺവട്ടി കൈ പിടിച്ചിട്ടുണ്ട് കേട്ടോ, മൺവട്ടിയിൽ ചോരയുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനാണ് കാണിക്കുന്നത്. അപ്പോൾ നേരെ എടാ നിനക്കിട്ട് വെച്ചേക്കാന്ന് പറഞ്ഞ് എല്ലാവരും കൂടി മനോഹറിനെ താങ്ങി പിടിച്ചുകൊണ്ട് കൊണ്ടുപോകണം കേട്ടോ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ട. അതിന് വേണ്ടിയിട്ട് എല്ലാവരും അങ്ങ് കൊണ്ടുപോവാണ്. മനോഹറിനെ അങ്ങ് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ആ വാർഡനെ വിളിക്കാൻ പോയ ജയിൽ പുള്ളി ചോദിക്കണേ, രാഹുലിൻ്റെ നിങ്ങൾക്ക് വല്ലതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് പറയുമ്പോൾ പറയാണ്, പിന്നെ അവനെ തല്ലി കൊല്ലേണ്ട കാര്യമാണ് എന്ന് പറയുമ്പോൾ മിക്കവാറും തലപൊട്ടി മരണ വാർത്ത തന്നെ അറിയേണ്ടി വരും എന്ന് പറയാണ്. അപ്പോൾ എൻ്റെ മോളെ മാത്രമല്ല ഒത്തിരി പെണ്ണുങ്ങളുടെ ജീവിതം നശിപ്പിച്ചവനാണ്, അപ്പോൾ അവനെ ഞാൻ കൊല്ലേണ്ട ഉത്തരവാദിത്തം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് രാഹുൽ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ് കേട്ടോ. ചേട്ടാ, ഈ ജയിലിനകത്ത് കിടക്കുന്ന ആൾക്കാരെല്ലാവരും ചതിയും വഞ്ചനയും ചെയ്തവരാണ്, ചേട്ടനും ഞാനും ഉൾപ്പെടെ എല്ലാവരും എന്ന് കൂടെയുള്ള ഒരു ജയിൽ പുള്ളി പറയുവാണേ. കുറ്റം ചെയ്യുന്നവരെയാണല്ലോ ജയിലിൽ പിടിച്ചിടുന്നത്, പക്ഷേ അവന് നല്ല മാറ്റം ഉണ്ടായിരുന്നു പറയുമ്പോൾ അവനെക്കുറിച്ച് നല്ലത് പറഞ്ഞാൽ നിന്നെയും വെച്ചേക്കല്ലെന്ന് രാഹുൽ മൺവട്ടി കൊണ്ട് കാണിക്കട്ടെ. അവനെ ദ്രോഹിക്കുമ്പോൾ അതിനെ കുറ്റം പറയുന്ന ആരെയായാലും ഞാൻ അവർക്കെതിരാണെന്ന് പറയുകയാണ് രാഹുൽ ശരിക്കും ഭ്രാന്ത് പിടിച്ച് നിൽക്കുവാണ്. അങ്ങനെ മനോഹറിൻ്റെ സ്ട്രെച്ചറിൽ എല്ലാവരും കൂടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിരിക്കേണ്ട, പോലീസുകാരെല്ലാവരും കൂടെ ഉണ്ട്. അപ്പോൾ ഇവനകത്തേക്ക് കൊണ്ടുപോയതിന് ശേഷം SI പറയണം, അതെ എല്ലാവരും ഇവിടെ ഉണ്ടാവണം, ഇമ വെട്ടാതെ എല്ലാവരും കാത്തിരുന്നോണം. ഒരുത്തനെ ഇതുപോലെ കൊണ്ടുവന്നിട്ട് അവനെയും കിട്ടിയില്ല, അവൻ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചിട്ടുണ്ടോ ഒന്നും അറിയാൻ പാടില്ല, അതുകൊണ്ട് അങ്ങനെ ഒരു അബദ്ധം ഇനി വീണ്ടും ആവർത്തിക്കാൻ പാടില്ല എന്ന് പറയുവാണ്. മറ്റവനെ പോലെയല്ല, ഇവൻ്റെ സിറ്റുവേഷൻ വെച്ചിട്ട് ക്രിട്ടിക്കലാണ്, ഇവരൊക്കെ മുകളിലോട്ട് പോയിരുന്നത് നമ്മുടെ കാര്യങ്ങളിൽ സമാധാനം ഉണ്ടാകുമായിരുന്നെന്ന് SI പറയുവാണ്. നമ്മളിവിടെ നോക്കുന്നതിന് എന്തെങ്കിലും പാകപ്പിഴ സംഭവിച്ചാൽ നമുക്ക് എല്ലാവർക്കും കൂടി വീട്ടിലിരിക്കേണ്ടി വരും, കാരണം ICUവിനകത്തേക്ക് ആരെയും പ്രവേശിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണെന്നൊക്കെ പറഞ്ഞിട്ട് SI പോവുകയാണ്. പിന്നീട് കാണിക്കുന്ന സരയും ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നേരെ സർ അപ്പോൾ രാഹുലിൻ്റെ മോളാണല്ലേ എന്ന് ചോദിക്കുക. അതെ, ചന്ദ്രസേന സാറ് കാര്യങ്ങളൊക്കെ പറയുന്നതുകൊണ്ട് എനിക്കറിയാം, അച്ഛനെ പോലെയല്ലോ മോള് മാറിയില്ലേ, എല്ലാവരും കൊല്ലാൻ വേണ്ടി നടക്കുന്നതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അല്ല എന്ന് പറയുകയാണ്. അപ്പോൾ സരയു ജയിൽ സൂപ്രണ്ടുമായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പറയാണ്, ഇടയ്ക്കിടയ്ക്ക് അവനെ കൊല്ലുന്ന കാര്യം പറയുമായിരുന്നില്ല. അപ്പോൾ നേരെ ജയിൽ വാർഡൻ പറയണേ, അതെ ഇപ്പോഴും ഇവിടെ രാഹുൽ പറയുമായിരുന്നു മോള് വരുമ്പോൾ ഒരു സന്തോഷ വാർത്ത കൊടുക്കണമെന്ന്, അവൻ മരിച്ചു എന്നത്. അപ്പോൾ രാഹുൽ കാരണം മനോഹറിൻ്റെ തലയ്ക്ക് അടിയേറ്റ കാര്യം പറയുവാണ്. അപ്പോൾ സരയുവിനോട് ചോദിക്കുക, മോളെ നീ സന്തോഷ വാർത്ത അറിഞ്ഞോടി കുഞ്ഞെ എന്ന് ചോദിക്കുക. അപ്പോൾ അവൾ എന്തോ ഞെട്ടിയതുപോലെ ഇരിക്കുക. അതെ അതുകൊണ്ടാണ് രാഹുലിനെ കാണിക്കാത്തതെന്ന് പറയുകയാണ്. നിൻ്റെ അച്ഛൻ മനോഹറിൻ്റെ തലയ്ക്ക് അടിച്ചു, മനോഹർ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലാണെന്ന് പറയുവാണ് ജയിൽ സൂപ്രണ്ട്. അപ്പോൾ പറയാണ് മനോഹർ ഇങ്ങനെ ഹോസ്പിറ്റലാണ്, സീരിയസ് ആണ് എന്നൊക്കെ പറയുമ്പോൾ സരയുടെ മുഖം അങ്ങ് വിടർന്ന് വരുവാണ് കേട്ടോ. അപ്പോൾ സരയു ഉള്ളിൽ ചിരി വരുന്നത് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പോലീസുകാരനോട് പറയാം, എടാ അത് കണ്ടോ അവളുടെ മുഖം വിടർന്നത് കണ്ടില്ലേ. അപ്പം അവളോട് പറയാം, നീ മെൻ്റൽ ഹോസ്പിറ്റലിൽ കിടന്നിട്ടുള്ള? അതെ സർ. നിൻ്റെ അച്ഛനും കിടന്നിട്ടുള്ളതല്ല? അച്ഛൻ കിടന്നിരുന്നു, പക്ഷേ ഇപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കണമെന്ന് പറഞ്ഞവൻ മനഃപൂർവ്വം കൊണ്ട് അച്ഛനെ മെൻ്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയതാണെന്ന് പറയുവാണ് സരയു. അപ്പോൾ അവൾ നേരെ ഇതൊക്കെ കേട്ടിട്ട് അവൾ എഴുന്നേക്കുവാണ് കേട്ടോ. മനോഹർ അത്ര നല്ലവനൊന്നും അല്ല സാർ, എന്നെപ്പോലെ ഒത്തിരി പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിച്ചവനാണെന്നും പറഞ്ഞ് അവൾ ഭയങ്കര എഴുന്നേക്കും. അപ്പോൾ സൂപ്രണ്ട് പറയും, ശൗര്യം കണ്ടോ അവളുടെ എന്ന് പറയുവാണ്. അപ്പോൾ അവൾ അനങ്ങാതെ ഇങ്ങനെ നിൽക്കാന്ന് വെച്ചും അവളോട് സൂപ്രണ്ട് പറയണം, അതെ നിന്നോട് കുറച്ച് മര്യാദയൊക്കെ കാണിക്കുന്നത് സേനൻ സാറും അദ്ദേഹത്തിൻ്റെ മൗനമൊക്കെ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരായതുകൊണ്ടാണ് നിന്നോട് ഒന്നും കാണിക്കാതെ ഇങ്ങനെയൊക്കെ നിൽക്കുന്നതെന്ന് പറയുവാണ്. എന്നിട്ട് അപ്പോൾ അവൾ എഴുന്നേറ്റിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ മനോഹർ എന്ന് പറയുന്ന ആൾ ഏകദേശം അവസാനിച്ചിട്ടുണ്ടാവുക ഇല്ലയോ എന്നൊന്നും അവൾക്കറിയില്ലല്ലോ. എന്തായാലും അത് കാണാൻ വേണ്ടിയിട്ട് അവൾ ആദ്യം എത്തുന്നത് ഹോസ്പിറ്റലിലേക്ക് തന്നെയായിരിക്കും, അത് ഷുവറായ കാര്യമാണ്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാരെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ.